ഹായ് ഓൾ. തമ്മിലിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കും ഒരു ഫിറ്റ്നസ് ചാനലായ ഞാൻ എന്തിനാണ് ഒരു ചെരുപ്പിന്റെ കാര്യം പറയാൻ. അതിലൊരു കാര്യമുണ്ട്. നമ്മളിൽ പലരും ക്രോക്സിന്റെ പല വെർഷൻ, പല കളറ്, പല സൈസ്, പല ഷേപ്പിലുള്ള ഇതേപോലുള്ള സാധനങ്ങൾ കേരളത്തിലെ യുവത്വത്തിന്റെ ഇടയിൽ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാധനമായിട്ട് മാറിയിട്ടുണ്ട് ക്രോക്സ്. ഇത് ആൺ പെൺ വ്യത്യാസമില്ലാതെ, പ്രായ വ്യത്യാസമില്ലാതെ എല്ലാരും ഇത് പ്രിഫർ ചെയ്യുന്നതിന്റെ കാര്യം ഇതിന്റെ കംഫർട്ടാണ്. So comfy. ഒറിജിനൽ സാധനത്തിന്റെ കാര്യമാണ് ഞാൻ പറയണത്. യഥാർത്ഥ സാധനം ഒരുപാട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒരു ഡിസ്ക്ലെയിമർ ആണ്, ഇത് ക്രോക്സിന്റെ ആഡ് അല്ല. എനിക്ക് ക്രോക്സിന്റെ സ്പോൺസർഷിപ്പും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. ഐ എം സെയിങ് ദിസ് വൈ ക്രോക്സ് ഈസ് ദ ബെസ്റ്റ് ഷൂ യു ഹാവ് എവർ പുട്ട് യുവർ ഫുട്ട് ഓൺ. നമുക്ക് ആദ്യം ക്രോക്സ് എന്ന ഷൂസ് എടുത്തു വെച്ചിട്ട് അതിന്റെ ഡിസൈൻ ഒന്ന് നോക്കാം. നമ്മുടെ ബിഗ് ടോ, തള്ളവിരൽ വരുന്ന ഭാഗത്തിന് നീളം കൂടുതലും, പിങ്കി ടോ, ചെറിയ വിരൽ വരുന്ന ഭാഗത്തിന് നീളം കുറവായിരിക്കും ഷേപ്പ്. ഈ ഷേപ്പ് ഞാൻ വേറെ എവിടെ കണ്ടിട്ടുണ്ടല്ലോ, നമ്മുടെ കാലിന്റെ ഷേപ്പാണ്. പക്ഷെ അതേസമയം നമ്മൾ ഈ കാണുന്ന ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡുകളുടെ ഷൂ എന്ന് പറയുന്നത് അവര് ഡിസൈനേഴ്സ് ഉണ്ടാക്കുന്നത് ജസ്റ്റ് ഒരു സിമെട്രിക് എന്നുള്ള രീതിയിലാണ്. കാണാൻ കൊള്ളാം, ഗുണമില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ഫീറ്റിന്റെ നാച്ചുറൽ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിളിന്റെ ഷേപ്പാണ്. നമുക്ക് എണീറ്റ് നിൽക്കുമ്പോൾ നമുക്കൊരു സപ്പോർട്ട് തരുന്ന രീതിയിലാണ് ഫുട്ടിന്റെ ഷേപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ സോ കോൾഡ് സിമെട്രിക് ആയിട്ടുള്ള കറക്റ്റ് നടുക്കാണ് പോയിന്റ് ചെയ്തിരിക്കുന്ന ഷൂസ് വാങ്ങുമ്പോൾ നമ്മുടെ തള്ളവിരല് അകത്തേക്ക് മടങ്ങി നമ്മുടെ കാല് സ്ക്വിഷായി പോകും. ഇത് കാലാകാലം ഇട്ടിട്ട് വരുമ്പോൾ നമുക്ക് കാലിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇതൊരു സിമ്പിൾ കാര്യമായിട്ട് തള്ളിക്കളയല്ലേ. എന്താണ് പ്രശ്നമെന്ന് ഞാൻ ഇതിൽ പറയുന്നത് ശ്രദ്ധിച്ചൊന്ന് കേട്ടു നോക്കും. നമ്മുടെ കാലിന്റെ പാദം വിരിഞ്ഞിരുന്നാലേ നമുക്ക് കറക്റ്റ് ആയിട്ട് ഫുട്ടിങ് കിട്ടുള്ളൂ. നമുക്ക് തറയിൽ ഉറച്ച് നിൽക്കാൻ പറ്റുള്ളൂ. തോളിൽ ഒരു ലോഡ് എടുത്ത് വയ്ക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ഒരു ബേസ്മെന്റ് കിട്ടുള്ളൂ. ഏതൊരു സാധനത്തിനും ഒരു അടിസ്ഥാനം ഉള്ളതുപോലെ തന്നെ നമ്മുടെ ബോഡിക്കും നിൽക്കാനായിട്ട് ഒരു അടിസ്ഥാനം വേണം. കാലിങ്ങനെ ഞെരുങ്ങിയിരുന്നെന്നും പറഞ്ഞ് എന്താണ് പ്രശ്നമെന്നാണ് നിങ്ങൾ ആലോചിക്കണമെങ്കിൽ ഞാൻ കാര്യം പറഞ്ഞുതരാം. നമ്മളെ ഹീല് അകത്തേക്ക് പ്രോനേറ്റ് ചെയ്യുമ്പോൾ ഹീലിന് മാത്രമല്ല തൊട്ടടുത്ത ജോയിന്റ് ആയ മുട്ടിന്റെ മാലലൈൻമെന്റ് ഉണ്ടാവും. മുട്ടിന് മാലലൈൻമെന്റ് ഉണ്ടാവുമ്പോൾ തൊട്ടടുത്ത ജോയിന്റ് ആയ ഹിപ്പിൽ ഇന്റേണൽ റൊട്ടേഷൻ ഉണ്ടാവും. ഹിപ്പിന് ഒരു ഇറഗുലർ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് വരുമ്പോൾ തൊട്ടടുത്ത ജോയിന്റ് ആയ സ്പൈന് ഇടത്തോട്ടോ വലത്തോട്ടോ സഞ്ചരിക്കേണ്ടതായിട്ട് വരും. ഒരു ഇറഗുലർ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരിക്കും നമ്മുടെ നടുവിന് ഉണ്ടാവുന്നത്. ഇതുകൊണ്ടാണ് കറക്റ്റ് ബേസ്മെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്വാട്ട് ചെയ്യുമ്പോൾ ഇറഗുലാരിറ്റി ഉണ്ടെന്ന് പറയണം. അപ്പോൾ നമ്മൾ ഈ സോ കോൾഡ് ഫാഷൻ ബ്രാൻഡ്സിലുള്ള ഷൂസ് ഒന്നോ രണ്ടോ തവണ വല്ല ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മളിത് റെഗുലർ ആയിട്ട് ഉപയോഗിച്ചാൽ, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ചെരുപ്പ് വരെ ഇതേപോലെ നമ്മുടെ ഫീറ്റിനെ ഞെരുക്കി കളയുന്ന രീതിയിൽ ഉപയോഗിച്ചാൽ ബണ്ണിയൻസ് പോലുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. കേരളത്തിലെ ജനതയിൽ പല ആളുകൾക്ക് എടുത്താലും മുട്ടുവേദനയും നടുവേദനയും കൂടുതലാണ് ഇപ്പോൾ. ഞാൻ നുണ പറയണതല്ല. നമ്മുടെ പാദത്തിന്റെ ആരോഗ്യം അത്രയധികം ഇമ്പോർട്ടന്റ് ആണ്. പണ്ട് ആളുകൾ ചെരുപ്പിടാതെ നടന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നല്ലോ. അവർക്കൊന്നും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. ഒരു കൊച്ചു കുഞ്ഞിന്റെ പാദം, ജനിച്ച ഒരു കൊച്ചു കുഞ്ഞിന്റെ പാദം എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതും കാലാകാലം കാട്ടിൽ ജീവിക്കുന്ന ചെരുപ്പിടാതെ നടക്കുന്ന ആദിവാസികളുടെ കാലം സെയിം കാര്യം. പരന്ന കാലാണ്, തറയിൽ നമുക്ക് നല്ല ഫുട്ടിങ് കിട്ടുന്ന കാലം. പക്ഷെ ഈ പിള്ളേരെ കുറച്ച് നാൾ കഴിയുമ്പോൾ കുഞ്ഞു കുഞ്ഞു ഷൂസുകളിലൊക്കെ ഇട്ട് കാല് ഞെരുക്കി കളയുന്നതാണ് കാണപ്പെടുന്നത്. അപ്പൊ എങ്ങനെയാണ് ക്രോക്സ് നല്ലൊരു ബെറ്റർ ഓപ്ഷൻ ആയിട്ട് വരുന്നത്? ക്രോക്സ് നമ്മുടെ നാച്ചുറൽ ഫുട്ടിന്റെ ഷേപ്പിലാണ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. സാധനത്തിന്റെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിലുള്ള ഫുട്ടിങ് സ്പേസ് ഉള്ള ഷൂസ് കണ്ടെത്തി തന്നെ വാങ്ങിക്കാം. ഫാഷൻ മാത്രമല്ല, നമ്മുടെ കംഫർട്ടും നമ്മുടെ കാലാകാലമുള്ള ആരോഗ്യവും ശ്രദ്ധിച്ച് തന്നെ വേണം നമ്മൾ ഓരോ സാധനം സെലക്ട് ചെയ്ത് വാങ്ങിക്കാം. അപ്പോൾ നമ്മൾ സ്ക്വാട്ട് ചെയ്യുന്ന സമയത്ത് ഇതേപോലുള്ള ഓവർ കുഷനിങ് ആയിട്ടുള്ള കണ്ണാപ്പി സാധനങ്ങൾ വാങ്ങിച്ചിടാതെ ഒരു ഫ്ലാറ്റ് ഫുട്ടിംഗ് ഉള്ള നമുക്ക് നല്ല ടോ സ്പേസ് കിട്ടുന്ന ഷൂസ് ഉപയോഗിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ബെയർ ഫുട്ടിൽ നിന്ന് സ്ക്വാട്ട് ചെയ്യുക. ഇപ്പൊ മനസ്സിലായ ഫിറ്റ്നസും ഈ ഷൂസിന്റെ ഷേപ്പും സൈസും എങ്ങനെയാണ് നമ്മുടെ പെർഫോമൻസിനെ അഫക്ട് ചെയ്യണത്. ഇതേപോലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ ജീവിതം അടിപൊളി ആയിക്കോളും. നമ്മളെല്ലാം ശ്രദ്ധിച്ചും കണ്ടും ചെയ്യണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ സ്ട്രോങ്.